ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്പൈസ് ബ്ലെൻഡ്സ് ബൈ ശാലിനി. ഇന്ന് എൻ്റെ ഒരു വെറൈറ്റി ഐറ്റമാണ് കേട്ടോ ഞാനിന്ന് തയ്യാറാക്കുന്നത്. നോക്കൂ, സൂപ്പർ ഒരു ഡിഷാണ്. ഇതെന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ആദ്യമേ തന്നെ. പിന്നെ ഇത് ഒരു വെറൈറ്റി ഡിഷാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കണ്ടാൽ ഇതെന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ, ഉണ്ടാക്കാനും പറ്റുള്ളൂ. അപ്പോൾ ഞാനിത് ഒന്ന് തയ്യാറാക്കാൻ പോവാണ്. ഇത് എൻ്റെ വീടിൻ്റെ മുറ്റത്തെ ഒരു മാവാണ്, കൊച്ചു മാവാണ് കേട്ടോ. എന്നാലും അതിനെക്കൊണ്ട് ആവാവുന്നതിലപ്പുറം മാങ്ങ അതിലുണ്ടായിട്ടുണ്ട്. എല്ലാം നിലത്ത് മുട്ടാറായിരിക്കുകയാണ്. ഇനി അതിനൊക്കെ ഒരു ചെറിയ താങ്ങ് കൊടുക്കണം, ഇല്ലെങ്കിൽ അതെല്ലാം നിലത്ത് മുട്ടിയിട്ട് വന്നെല്ലാം അതിൻ്റെ ഞെട്ടെല്ലാം ഒടിഞ്ഞു പോകും. അപ്പം ഞാനൊരു 2 മാങ്ങ പറിക്കുകയാണ്. ഇപ്പോൾ ഈ തലൊരു ചെറിയ പാടൊക്കെ ഉണ്ട്, അതൊക്കെ പെട്ടെന്ന് കേടായി പോകും. അപ്പോൾ അതിനു മുമ്പ് നമുക്കൊന്ന് അച്ചാറൊക്കെ ഇട്ട് വയ്ക്കാൻ പാകത്തിനുള്ള രീതിയിലുള്ള മൂപ്പായിട്ടുണ്ട്. അപ്പോൾ നമ്മളതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇത്തവണത്തെ വെയിലിൻ്റെ ചൂട് നല്ല കട്ടിക്കാണ്, അത് കാരണമാണ് തോന്നുന്നു മാങ്ങയൊക്കെ ഇങ്ങനെ പൊള്ളി പോകുന്നുണ്ട്. നല്ല തിക്കായിട്ടുള്ള മാങ്ങയാണ്. അതിൻ്റെ മാങ്ങേൻ്റെ വളരെ നേർത്തതാണ്. സാധാരണ അച്ചാർ കമ്പനിക്കാരൊക്കെ കൊണ്ടുപോകുന്ന ഇത്തരം മാങ്ങയെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഒത്തിരി ഫ്ലഷി ആയിട്ടുള്ള മാങ്ങയാണ്. ഇത് പഴുത്ത് കഴിയുമ്പോൾ നല്ല മധുരമാണ്. പക്ഷേ ഇപ്പോൾ ഒരു രക്ഷയില്ല കേട്ടോ, നമുക്ക് വായിൽ വെക്കാൻ പറ്റില്ല, ഭയങ്കര പുളിയാണ്. നമുക്കിതൊന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കാം. ഇതുകൊണ്ട് ഇത്രയേ ഉള്ളൂ അതിൻ്റെ അകത്തെ കായ. ഇപ്പോൾ ഇത് നമുക്ക് രണ്ട് മാങ്ങ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് പെട്ടെന്ന് തയ്യാറാക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ സാധാരണ നമ്മളിത് അച്ചാറിടാൻ നമ്മൾ വെറുതെ കടുകൊക്കെ വറുത്തിട്ടൊക്കെ പൊട്ടിച്ചൊക്കെ എടുക്കാറുള്ളതാണ്. പക്ഷേ ചിലരിത് വെയിലത്തിട്ട് ഉണക്കി ഉപ്പും മുളകൊക്കെ പുരട്ടി വെയിലത്തിട്ട് ഉണക്കി എടുക്കാറുണ്ട്. അതിനൊക്കെ ഇച്ചിരി താമസമുണ്ട്. അപ്പോൾ ഞാനൊരു ഐഡിയ പ്രയോഗിച്ചതാണ് കേട്ടോ. ശരിയാവോ ഇല്ലയൊന്നും അറിയില്ലായിരുന്നു, എന്നാലൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. ഇതൊന്ന് ചെറുത് നൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെൻ്റെ മോൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ്. അപ്പോൾ ഞാനത്, അവൾ കാനഡയിലാണ്, അപ്പോൾ അവൾക്ക് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് ഞാൻ പെട്ടെന്ന് തയ്യാറാക്കിയത്. വെയിലത്തിട്ട് ഉണക്കി കൊണ്ടുപോകാനുള്ള ഒരു സാവകാശമൊന്നുമില്ല. അപ്പോൾ നല്ലെണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തു. ഇനി ഈ കറിവേപ്പില നമ്മളതൊന്ന് കോരിയെടുക്കുകയാണ്. അത് നമുക്ക് ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ ഈ കറിവേപ്പില. അപ്പോൾ ഇതൊന്ന് മാറ്റി വയ്ക്കാം. നല്ലൊരു ടേസ്റ്റി ഡിഷാട്ടോ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ ഈ നൈസായിട്ട് കട്ട് ചെയ്ത് മാങ്ങ ഞാൻ ഈ നല്ലെണ്ണയിലൊന്ന് വറുത്തെടുക്കുകയാണ്. നമ്മൾ വെയിലത്തിട്ട് ഉണക്കിയെടുക്കാൻ താമസമുണ്ടല്ലോ, 3-4 ദിവസം വേണം നന്നായി ഒന്ന് ഉണക്കിയെടുക്കണമെങ്കിൽ. അപ്പോൾ ഇതിങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇത് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഹൈ ഫ്ലെയിമിൽ നിന്നിട്ടിട്ട് വറക്കരുത്, ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം വറക്കാൻ. ആദ്യമേ നമ്മളൊന്ന് ഹൈ ഫ്ലെയിമിലിടണം, കാരണം എന്ന് വെച്ചാൽ മാങ്ങയുണ്ട് പെട്ടെന്ന് അതിൻ്റെ നീരുള്ളതുകൊണ്ട് ഒരു വളഞ്ഞൊക്കെ പോകും, ഒരു ഒടിഞ്ഞൊക്കെ. അപ്പോൾ അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടി ആദ്യം ഒന്ന് ഫ്ലെയിം ഹൈ ആക്കി വയ്ക്കുക. എന്നിട്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വന്നിട്ട് വറുത്തെടുത്ത് വയ്ക്കുക. അങ്ങനെ 2-3 ബാച്ചായിട്ട് ഞാനൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇത് ഒത്തിരി നാൾ ഇരിക്കും, അതാണ് അതിൻ്റെ പ്രത്യേകത. നമ്മൾ സാധാ അച്ചാറിടുന്ന പോലെയല്ല, ഒത്തിരി നാൾ വേണേൽ അതിങ്ങനെ ഇരിക്കും. നമ്മൾ ഫ്രിഡ്ജിലും വെക്കേണ്ട, വെളിയിൽ വെക്കാം. അപ്പോൾ നമുക്കിതൊന്ന് അടുത്ത ബാച്ചും കൂടി ഒന്ന് കോരിയെടുക്കാം. വെയിലത്ത് ഉണങ്ങിയെടുക്കാനുള്ള സാവകാശം ഇല്ലാത്തതുകൊണ്ടേ ഇത് എൻ്റെ ഒരു ഫ്രണ്ടാണ് കേട്ടോ എനിക്കിത് സജസ്റ്റ് ചെയ്തത്. അപ്പോൾ അത് നല്ല സക്സസ് ആയി കേട്ടോ, അടിപൊളി. മാങ്ങ വറുത്ത ചീനച്ചട്ടി തന്നെ കേട്ടോ നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ അതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് മാറ്റി വെച്ചു. അതിലേക്ക് എരിവുള്ള മുളക് പൊടി, പിന്നെ കുറച്ച് കായപ്പൊടി, ഉലുവാപ്പൊടി, കളറിന് വേണ്ടി കുറച്ച് കാശ്മീരി മുളക് പൊടി, പിന്നെ നമ്മൾ വറുത്തെടുത്ത് വെച്ച കറിവേപ്പിലയാണ്. അതും കുറച്ച് പച്ചക്കടുവും കൂടെ ഒന്നിച്ചിട്ട് പൊടിച്ചെടുത്ത് മാറ്റിയതാണ്. അത് കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ഉപ്പും എല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് വേണം നമ്മളിതൊന്ന് പതുക്കെ ചൂടാക്കി എടുക്കണം. ആ മുളകിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറണം. സിമ്മിലിട്ട് വേണം നമ്മൾ ചൂടാക്കി എടുക്കാൻ, അല്ലെങ്കിൽ ഈ പൊടിയാണ് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഈ മാങ്ങ ഞാൻ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തു. മാങ്ങയ്ക്ക് നല്ല പുളിയായതുകൊണ്ടേ നമ്മൾ ഇത്തിരി ഉപ്പ് കൂട്ടി വേണം കേട്ടോ ഇട്ട് കൊടുക്കാൻ, കാരണം മാങ്ങയിൽ ഇരുന്നത് ഉപ്പൊക്കെ ഒന്ന് പിടിക്കണം. അപ്പോൾ നമ്മൾ അടിപൊളി ഒരു ഡ്രൈ മാംഗോ പിക്കിൾ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങളുടെ മക്കളൊക്കെ വിദേശത്തുണ്ടെങ്കിൽ അവർക്കും ഇതൊക്കെ നമുക്കിത് ഉണ്ടാക്കി കൊടുത്തു വിടാം, ഒത്തിരി നാൾ ഇരിക്കുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ആ വറുത്ത് മാറ്റി വെച്ചിരുന്ന എണ്ണ കുറച്ച് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ പുതിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ ഈ ചാനൽ കണ്ടിട്ടില്ലാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.